ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിന് NDA സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി കൊച്ചിയിൽ തുടക്കം കുറിച്ചു. ജലസംരക്ഷണം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വരും തലമുറകൾക്കും ജലം കരുതിവെക്കണമെന്നും രാഷ്ട്രപതി. സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയം ലോക്സഭ തള്ളി. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തിന്റെ ഇന്ധന വിതരണ ശൃംഖല സുരക്ഷിതമാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനുള്ള കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിന്റെ പുരസ്കാരം നേടി കേരളത്തിൽ നിന്ന് 5 പഞ്ചായത്തുകൾ. ഛത്തീസ്ഗഡിലെ 6 ജില്ലകളിൽ നിന്ന് 108 നക്സലൈറ്റുകൾ കീഴടങ്ങിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക വേണ്ടെന്നും ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രവാസികൾക്ക് 24 മണിക്കൂറും സഹായം നൽകുന്നുണ്ടെന്നും കലൂർ സ്റ്റേഡിയത്തിൽ NDA സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. मुझे संतोष है कि गल्फ के हमारे सभी मित्र देशों की सरकारें भी हमारे देश के नागरिकों का पूरा ध्यान रख रही है. मैं उन सभी सरकारों का भी आभारी हूं. वहां हर देश पे जो हमारी एम्बेसीज है, हमारे मिशन है, वे 24/7 उनकी मदद कर रहे हैं. ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിന് NDA സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. 2018 പ്രളയം നേരിടുന്നതിൽ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിന് നൽകിയ പിന്തുണയെ അദ്ദേഹം പ്രശംസിച്ചു. നേരത്തെ കൊച്ചിയിലെ 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. കേരളം സന്ദർശിച്ച ശേഷം തമിഴ്നാട്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5,650 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തിരുച്ചിറപ്പള്ളിയിൽ തുടക്കം കുറിച്ചു. 2 അമൃത് ഭാരത് ട്രെയിനുകൾ, രാമേശ്വരം മംഗളൂരു തിരുനെൽവേലി മംഗളൂരു എക്സ്പ്രസ് ട്രെയിനുകൾ, മയിലാടുതുറൈ കാരേക്കുടി പാസഞ്ചർ എന്നിവ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജലസംരക്ഷണം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ ജൽ മഹോത്സവ് പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വരും തലമുറകൾക്കും കൂടി കരുതിവെക്കുന്ന തരത്തിൽ അമൂല്യ സമ്പത്തായി ജലത്തെ കണക്കാക്കണമെന്നും ജലസംരക്ഷണം ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും ശ്രീമതി മുർമു പറഞ്ഞു. ഈ മാസം 8 ആരംഭിച്ച ജൽ മഹോത്സവം മാർച്ച് 22 സമാപിക്കും. സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയം ലോക്സഭ തള്ളി. സ്പീക്കർക്കെതിരെയുള്ള പ്രതിപക്ഷ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ചർച്ചയ്ക്ക് നൽകിയ മറുപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. मैं स्पष्ट करना चाहता हूं कि हमने कभी विपक्ष की आवाज दबाने का काम नहीं किया. मान्यवर 18वीं लोकसभा में 157 घंटे और 55 मिनट कांग्रेस पार्टी के सदस्य बोले. मैं आपके माध्यम से विपक्ष के नेता को पूछना चाहता हूं, आप कितना बोले, क्यों नहीं बोले? कौन से स्पीकर ने रोका था आपको? कोई नहीं रोक सकता. एक गलत प्रचार किया जा सकता है, किया जा रहा है लोकसभा को बदनाम करने के. തന്റെ പ്രസംഗം ഒന്നിലേറെ തവണ തടസ്സപ്പെടുത്താൻ സഭയിൽ ശ്രമം നടന്നതായി പറഞ്ഞ ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റ് ഏതെങ്കിലും കക്ഷികൾക്ക് മാത്രം സംസാരിക്കാനുള്ള ഇടമല്ലെന്നും ചൂണ്ടിക്കാട്ടി. അതേസമയം ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇന്ന് രാജ്യസഭയിൽ നടന്നത്. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്ത് ആദ്യമായി ദയാവധത്തിന് അനുമതി നൽകി സുപ്രീംകോടതി. 12 വർഷമായി കോമയിൽ കഴിയുന്ന 32-കാരനായ ഉത്തർപ്രദേശ് സ്വദേശി ഹരീഷ് റാണയ്ക്കാണ് ദയാവധത്തിന് അനുമതി നൽകിയത്. ജീവൻ നിലനിർത്തിയിരുന്ന കൃത്രിമോപകരണങ്ങൾ മാറ്റി സ്വാഭാവിക മരണം സാധ്യമാക്കുന്നതിനാണ് കോടതിയുടെ അനുമതി. കേരളത്തിലെ പെരുമ്പടപ്പ്, മീനങ്ങാടി, അളഗപ്പ നഗർ, വിയ്യപുരം, ചെറുതന പഞ്ചായത്തുകൾക്ക് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിന്റെ അംഗീകാരം. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാന്റെ ഭാഗമായി രാജ്യത്തെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പഞ്ചായത്തുകൾക്കാണ് അംഗീകാരം നൽകുന്നത്. ശിശു സൌഹൃദം, സ്വയം പര്യാപ്തത, അടിസ്ഥാന സൌകര്യം, സദ്ഭരണം, കാർബൺ ന്യൂട്രൽ, ജലപര്യാപ്തത തുടങ്ങിയ വിഭാഗങ്ങളിലാണ് അംഗീകാരം.
ഛത്തീസ്ഗഡിലെ 6 ജില്ലകളിൽ നിന്ന് 108 നക്സലൈറ്റുകൾ കീഴടങ്ങിയതായി ആഭ്യന്തര മന്ത്രാലയം. ഇവരെ പിടികൂടുന്നതിന് 3,95,00,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. ബീജാപൂർ, ദന്തേവാഡ, സുക്മ, ബസ്തർ, നാരായൺപൂർ, കാങ്കർ തുടങ്ങിയ ജില്ലകളിൽ നിന്നാണ് നക്സലൈറ്റുകൾ കീഴടങ്ങിയത്. കേരളത്തിൽ ഈ വർഷം ജനുവരി 1 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേരു ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേരു ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI-NET മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെ പേരു ചേർക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റുമായി ചർച്ച നടത്തി. യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി കാജസ് കല്ലസുമായും ശ്രീ ജയശങ്കർ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. രാജ്യത്തിന്റെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 70% ഹോർമുസ് കടലിടുക്കിന് പുറത്തുനിന്നായതിനാൽ ഇന്ത്യയുടെ ഇന്ധന വിതരണ ശൃംഖല സുരക്ഷിതമാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. പശ്ചിമേഷ്യയിലെ സാഹചര്യം സംബന്ധിച്ച് മന്ത്രിതല സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ന്യൂഡൽഹിയിൽ രാജ്യത്തെ ഗ്യാസ് കമ്പനികൾ പുതിയ സ്രോതസ്സുകളിൽ നിന്ന് പ്രകൃതിവാതക സംഭരണം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ജോയിന്റ് സെക്രട്ടറി പറഞ്ഞു. As on today, we import about 60% of our requirement of LPG. The government has taken various steps to deal with this situation also. Hamara domestic LPG production has increased by 25%. And all these domestic LPG is being directed towards household consumers. For non-domestic LPG, priority is being given to essential sectors such as hospitals and educational institutions. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ പാചകവാതക ലഭ്യതയെക്കുറിച്ച് ഗൌരവമായ ആശങ്കകൾ ഉയരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാചകവാതക ക്ഷാമം അനുഭവപ്പെടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതായും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. ലഭ്യതയിലെ അനിശ്ചിതത്വം ഹോട്ടലുകളെയും റെസ്റ്റോറന്റുകളെയും ബാധിക്കുമെന്ന് ആശങ്ക ഉയരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിൽ പാചകവാതകത്തിന്റെ മതിയായ ലഭ്യത ഉറപ്പാക്കാനും വിലവർധനയുടെ ആഘാതം കുറയ്ക്കാനും കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ആഗോളതലത്തിൽ എണ്ണവില സുസ്ഥിരമായി പിടിച്ചു നിർത്തുന്നതിൽ ഇന്ത്യ വഹിക്കുന്ന പങ്കിനെ അഭിനന്ദിച്ച് ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോർ. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാനുള്ള തീരുമാനം ഈ ശ്രമത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവായ ഇന്ത്യയിലാണ് കൂടുതൽ എണ്ണ ശുദ്ധീകരണവും നടത്തുന്നതെന്ന് സെർജിയോ ഗോർ പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1342 പോയിന്റ് ഇടിഞ്ഞ് 76,864 നിഫ്റ്റി 395 പോയിന്റ് നഷ്ടത്തിൽ 23,867 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില പവന് 680 രൂപ വർദ്ധിച്ച് 1,19,760 രൂപയും ഗ്രാമിന് 14,970 രൂപയുമാണ് ഇന്നത്തെ വില. ഹൈദരാബാദിൽ നിന്ന് തായ്ലൻഡിലെ ഫുക്കറ്റിലേക്ക് പോയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന് ലാൻഡിംഗിനിടെ തകരാർ. ലാൻഡ് ചെയ്യുന്നതിനിടെ നോസ് വീൽ തകരാറിലായതോടെ വിമാനം റൺവേയിൽ കുടുങ്ങുകയായിരുന്നു. പിന്നാലെ ഫുക്കറ്റ് വിമാനത്താവളത്തിലെ റൺവേ അടച്ചു. ബോയിംഗ് 737 മാക്സ് 8 വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെ സുരക്ഷിതരാക്കിയതായി എയർ ഇന്ത്യ പ്രസ്താവനയിൽ അറിയിച്ചു. ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിന്റെ 2ാം പതിപ്പ് പുറത്തിറക്കി നീതി ആയോഗ്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനായുള്ള നിരവധി മുൻഗണനാ നയങ്ങൾ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. വരുമാന ശേഖരണം, നികുതിശേഷി ശാക്തീകരണം, മൂലധന ചെലവുകളുടെ ഉപയോഗം മെച്ചപ്പെടുത്തൽ എന്നീ വിഷയങ്ങളാണ് റിപ്പോർട്ടിൽ പ്രധാനമായും പരാമർശിച്ചിട്ടുള്ളത്. കേരളത്തിൽ പകൽ താപനില വർദ്ധിക്കുന്നു. ഇതോടൊപ്പം അൾട്രാ വയലറ്റ് സൂചിക ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിന് NDA സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി കൊച്ചിയിൽ തുടക്കം കുറിച്ചു. ജലസംരക്ഷണം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വരും തലമുറകൾക്കും ജലം കരുതിവെക്കണമെന്നും രാഷ്ട്രപതി. സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയം ലോക്സഭ തള്ളി. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു.
രാജ്യത്തിന്റെ ഇന്ധന വിതരണ ശൃംഖല സുരക്ഷിതമാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനുള്ള കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിന്റെ പുരസ്കാരം നേടി കേരളത്തിൽ നിന്ന് 5 പഞ്ചായത്തുകൾ. ഛത്തീസ്ഗഡിലെ 6 ജില്ലകളിൽ നിന്ന് 108 നക്സലൈറ്റുകൾ കീഴടങ്ങിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.